ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സേമിയ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഏകദേശം ബിരിയാണിയൊക്കെ പോലത്തെ ഒരു ഐറ്റമാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 350 ഗ്രാം സേമിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു ടൈപ്പ് സേമിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നല്ല തീരെ കനം കുറഞ്ഞ സേമിയ ഉണ്ടല്ലോ, അതും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു 3 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പും ചെറിയ 3 പീസ് പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി കിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. തൈര് വലിയ പുളി ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ, ചെറിയ പുളി മതി. അപ്പം ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഏകദേശം 150 ഗ്രാം ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയും ചിക്കനും എല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള ചിക്കനും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയും നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സേമിയ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് സേമിയ പൊടിയാത്ത രീതിയിൽ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സേമിയൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് സേമിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം മതി. അപ്പോൾ ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പം സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സേമിയ ബിരിയാണിയുടെ റെസിപ്പി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു വെറൈറ്റി ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.